കുമരക്കുളം ക്ഷേത്രത്തെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. എൻ്റെ കുട്ടി ചെറുതായിരുന്നപ്പോൾ ടി.വിയുടെ അസുഖം ആദ്യം കണ്ടു തുടങ്ങിയതായിരുന്നു. അപ്പോൾ ടി.വിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് ഒരു തവണ 6 മാസത്തേക്ക് ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ ഒരു 1.5 വയസ്സായപ്പോൾ വീണ്ടും ഈ കുട്ടിക്ക് പനി മാറാണ്ടായി. വീണ്ടും ഡോക്ടറിനെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വീണ്ടും ടി.വി തന്നെയാണ് കാണിക്കണേ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ച് മുരുകൻ്റെ നടയിൽ കിടന്നിട്ട് കുമരക്കുളം അമ്പലത്തിൽ അന്ന് ഉറക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞാൻ ഇതിൻ്റെ നടയിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ് പിറ്റേന്ന് രാവിലെ റിസൾട്ടായിട്ട് ഞങ്ങൾ ചെല്ലാണ്. അപ്പോൾ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സുനിൽ ഡോക്ടറിനോട് പോയി കാണാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. കൊണ്ടുപോയി കാണിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് നിങ്ങൾ വിട്, എന്നിട്ട് നിങ്ങളവിടെ മാറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ തലേന്ന് ഉറക്കം ഒഴിച്ചിരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുരുകൻ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്. ഞാൻ അതുപോലെ ഈ നാട്ടിലോട്ട് വന്ന് നിങ്ങളുടെ മതം സ്വീകരിച്ച് ഞാനിവിടെ വന്നേക്കണതാണ്, എന്നെ കൈവിട്ടിട്ട് കളയരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 3 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിക്കുകയാണ്. ഇയാൾ ഇങ്ങോട്ട് വായോ, കുട്ടിയുടെ കാര്യം പറയാനാണ്. നിങ്ങൾക്ക് ഏത് ഡോക്ടറാണ് ഇതിന് ടി.വിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞേക്കണത്? ഞാൻ പിന്നെ ഡോക്ടറാണ് ഇതൊക്കെ പറഞ്ഞ് എല്ലാ റിസൾട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് നിങ്ങളൊരു കാര്യം ചെയ്യും, 1 മാസത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കണ്ട, കൊച്ചിനെ നിങ്ങൾ എല്ലാ ഇതിലും കുളിപ്പിക്കുക എല്ലാം ചെയ്യിക്കുക അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസം വരെ ഈ കൊച്ചിന് എല്ലാ ഫുഡുകളും കൊടുക്കും, ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അത് ആ 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ വീണ്ടും വിളിക്കാണ് കുട്ടീനും കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഞങ്ങൾ ഇത് ഉറപ്പിച്ചു. ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് ഈ അസുഖം തന്നെയാണ്, മുരുകൻ ഞങ്ങളെ കൈവിട്ടു, ഞങ്ങൾക്ക് ഇനി ഒരു ആശ്രയം ഇല്ല എന്നുള്ളത് നോക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ് നിങ്ങളെ ഏതൊരു ഡോക്ടർ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഡോക്ടറുടെ പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എല്ലാത്തിനും ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ നല്ലോണം പ്രാർത്ഥിച്ച കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ റിസൾട്ട് അങ്ങനെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. അതാണ് എൻ്റെ കുമരക്കുളത്തപ്പൻ. ആ കുമരക്കുളത്തപ്പനെ കുറിച്ച് എനിക്ക് ഒരുപാടുണ്ട്. ഞാൻ ഒന്നുമില്ലാണ്ട് ഒരു വീട് പണിൻ്റെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയതാ. വെറും 2000 രൂപയെന്ന് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരുകൻ്റെ അനുഗ്രഹം മാത്രമാണ്, എൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ്. അതുപോലെ പല കാര്യങ്ങളിലും ഓരോ കാര്യത്തിലും ഞാനിവിടെ കണ്ണു നിറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ, അതിനൊരാഴ്ചക്കുള്ളിൽ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല, ഒരു സന്തോഷം മാത്രമേ എപ്പോഴും.